മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണിട്ടതിനെ തുടർന്ന് പരിസര പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്നു. തൃക്കാക്കര സഹകരണ ആശുപത്രിയോട് ചേർന്ന പ്രദേശത്താണ് മണ്ണിട്ടത്. ആശുപത്രി കമ്പൗണ്ടിലേക്ക് മലിനജലം ഉൾപ്പെടെ കയറുന്നുവെന്നാണ് പരാതി. മണ്ണ് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന്, പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നും മെട്രോ അറിയിച്ചിട്ടുണ്ട്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ, ഇത് ആശുപത്രി പരിസരമാണ്, അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന രോഗികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്താണ് കൊച്ചി മെട്രോയുടെ വിശദീകരണം? ഇപ്പോൾ മഴ ഉണ്ട് എന്നൊക്കെയുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വലിയൊരു ബുദ്ധിമുട്ടാണ് സഹകരണ ആശുപത്രി, തൃക്കാക്കര സഹകരണ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്ക്, അല്ലെങ്കിൽ ഈ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് എത്തുന്ന ആളുകൾക്ക് എന്ന് പറയുന്നത്. വലിയ ദുർഗന്ധവും അതോടൊപ്പം തന്നെ ചെളി നിറഞ്ഞ വെള്ളവുമാണ് ഈ ആശുപത്രിയോട് ചേർന്ന് കിടക്കുന്ന പരിസര പ്രദേശങ്ങളിലേക്ക് വരുന്നത്. മഴ ഇന്ന് രാവിലെയോട് കൂടി അല്പം ഒന്ന് ശമിച്ചതുകൊണ്ടാണ് ഈ വെള്ളം അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും മഴ അധികമായിട്ടുണ്ടെങ്കിൽ ഈ കോമ്പൗണ്ടിന്റെ ഈ പരിസരത്തിലേക്ക് നമുക്ക് അടുക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് വെള്ളം കയറുന്നത് എന്നാണ് ഈ പരിസരത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. ഇത് ഞാൻ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ആശുപത്രി കോമ്പൗണ്ടിനോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു മൺതിട്ട നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മെട്രോയുടെ ഭാഗമായിട്ട് എടുത്തിട്ടിരിക്കുന്ന ഒരു മൺതിട്ടയാണ്, മണ്ണ് കൊണ്ട് ഇട്ടിരിക്കുന്നതാണ് അവിടെ കാണുന്നത്. ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടെ ഒരു ചെറിയ കനാൽ ഉണ്ടായിരുന്നു. ആ കനാലിലൂടെയാണ് തൊട്ടടുത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെ എത്തുന്ന വെള്ളം ഒഴുകി പൊയ്ക്കൊണ്ടിരുന്നത്. ഈ വെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കൂടിയായിരുന്നു ആ കനാല്. ആ കനാല് ഈ വെള്ളത്തിൽ മൂടിപ്പോയിട്ടുണ്ട്. അത് മൂടിയതോടു കൂടിയാണ് ഇപ്പോൾ ഇതാ വെള്ളം കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മൾ മെട്രോ അധികൃതരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് വന്ന സമയത്ത്. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കനാല് മണ്ണിട്ടതിനെ തുടർന്ന് മൂടിപ്പോയതാണ് വലിയൊരു പ്രതിസന്ധി ആയിരിക്കുന്നത്. അത് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മണ്ണ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിനുവേണ്ടി ഒരു പരിഹാരം കാണുമെന്ന് മെട്രോ അധികൃതർ പറയുന്നുണ്ട്. ശരിക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇവർക്ക് അനുഭവിക്കുന്നത്, അല്ലേ? അതെ, മൂന്ന് മാസമായി ഈ മെട്രോയുടെ മണ്ണിവിടെ കൊണ്ടുവന്നിട്ട് ഈ ഡംപിങ് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നുണ്ട്. കാരണം ആ സീപോർട്ട് എയർപോർട്ട് റോഡ് കുറുകെ പോകുന്ന ഒരു കനാലുണ്ട്. ആ ട്രെഞ്ച് അടഞ്ഞിരിക്കുന്നത്. ആ ട്രെഞ്ച് അടഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. അതിന് ഞങ്ങൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാവുന്ന എല്ലാ പരാതിയും കൊടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർ കൊടുത്ത്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മുനിസിപ്പൽ അധികൃതർക്ക് യാതൊരു ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് ഇതിന് ഒരു അനുകൂലമായ നിലപാടില്ല. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ കേസ് മൂവ് ചെയ്യണം. കാരണം ആരുമില്ല, ഇനി ഹൈക്കോടതിയിൽ പോകാനേ പറ്റുള്ളൂ. അതാണ് ഈ വളരെയധികം ദുരിതം. എത്ര 1000 രോഗികൾ പെർ ഡേ വരുന്നത്, അതൊന്നും മനസ്സിലാക്കണ്ടേ ഇവിടുത്തെ അധികാരികൾ? ഒരാളും ഒരു ശ്രദ്ധിക്കുന്നില്ല. തികച്ചും നിസ്സഹായരായിരിക്കും ഞങ്ങൾ. സഹകരണം മണ്ണ് മാത്രമല്ല, മാലിന്യവും അതായത് മുനിസിപ്പാലിറ്റിയുടെ ആ ഭാഗത്തു നിന്നുള്ള, പിന്നെ ഈ മെട്രോയുടെ വേസ്റ്റിൻ്റെ ഇവിടെ നിന്നുള്ള മാലിന്യം ഊറി വരുന്ന വെള്ളം കൊണ്ടാണ് കറുത്ത തരത്തിൽ വെള്ളം ഇരിക്കുന്നത്. അത് വളരെയധികം ദുർഗന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇവിടെ നിൽക്കുന്ന അത്ര ഈ രോഗം മാറാൻ വേണ്ടിയാണ് ആശുപത്രി നിർമ്മിക്കുന്നത്, രോഗം സൃഷ്ടിക്കാനല്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ആശുപത്രിക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ എത്തുന്നത് എങ്കിൽ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ രോഗം ഉണ്ടാകുന്നു എന്നാണ് ഇവർ പറയുന്നത്. എത്ര നാളായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്? ഇപ്പോൾ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ മെട്രോ അധികൃതരായിട്ട് ജില്ലാ കളക്ടറായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്, മുനിസിപ്പാലിറ്റിയുമായിട്ടും ഒക്കെ. ജില്ലാ കളക്ടറാണെങ്കിൽ വളരെ വളരെ സഹായകമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ജില്ലാ കളക്ടർ KMRLന് അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുത്തു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു. പക്ഷേ എന്തോ ഇവിടെ കാര്യമൊന്നും നടക്കുന്നില്ല. ജില്ലാ കളക്ടർ പറഞ്ഞിട്ട് കാര്യം നടക്കുന്നില്ല എന്ന് പറയേണ്ട സ്ഥിതിയിലാണ്. ഇത് നമ്മൾ മെട്രോ അധികൃതരുമായിട്ട് ഇത് പരിഹാരമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സംസാരിച്ചു. അപ്പോൾ അവരെന്താ പറയുന്നത്? അവർ ഇപ്പോൾ വെള്ളം താൽക്കാലികമായിട്ട് ഈ റോഡിലൂടെ തന്നെ വെള്ളം അപ്പുറത്തടിക്കാൻ വേണ്ടിയുള്ള ഒരു പണി ഒരു ദിവസം ചെയ്തിരുന്നു. അത് അന്ന് കുഴപ്പമില്ല, ഇവിടെ കയറിയ വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി. ഇപ്പോഴും അവർ മോട്ടോർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു. രാവിലെ വന്നിട്ടുണ്ട്, പക്ഷേ ഇതേവരെ പണി തുടങ്ങിയിട്ടില്ല. അനുജ, അവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്, വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കളയുന്നതിന് വേണ്ടിയിട്ട് മോട്ടോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നാണ് ആളുകളുടെ ഒരു പരാതിയായിട്ട് ഉയർന്നത്. അതാണ് തൃക്കാക്കര സഹകരണ ആശുപത്രിക്കാണ് ഇപ്പോൾ ഈ ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. മെട്രോ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നു. കൂടാതെ അങ്ങോട്ടേക്ക് മലിനജലം കൂടി കെട്ടിക്കിടക്കുന്ന ഒരു കനാൽ അടഞ്ഞിട്ടുണ്ട്. അതിൽ അടിയന്തരമായി തന്നെ മെട്രോയുടെ ഇടപെടൽ വേണമെന്നുള്ളതാണ് ആവശ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.